വെക്കേഷൻ അല്ലേ, നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കപ്പാസിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്താലോ? ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പല അവസരങ്ങളിലും സൈഡിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ലെറ്റ്സ് ലുക്ക് എ 30-day ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്ലാൻ. അപ്പോൾ നമ്മളിവിടെ കടുകട്ടി പ്രയോഗങ്ങളോ അല്ലെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഗ്രാമേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. ദിസ് പ്ലാൻ ഈസ് ബിൽഡ് ടു ബി സിമ്പിൾ, ഫൺ, റിപ്പീറ്റബിൾ ആൻഡ് കോൺഫിഡൻസ് ഓറിയൻറ്റഡ്. അപ്പോൾ നമുക്കിവിടെ 3 മെയിൻ ഗോൾസ് ആണുള്ളത്. ഏതൊക്കെയാണെന്നല്ലേ? 1, സ്പീക്ക് കോൺഫിഡൻ്റ്ലി ഇൻ സിമ്പിൾ സെൻറ്റൻസ്. ആൻഡ് 2, ഹാൻഡിൽ ബേസിക് കോൺവെർസേഷൻസ്. 3, ഇംപ്രൂവ് ഫ്ലുവൻസി, വൊക്കാബുലറി ആൻഡ് പ്രൊനൗൺസിയേഷൻ. നമുക്ക് ഡെയിലി ഒരു 30 to 40 മിനിറ്റ്സ് ഇവിടെ ആവശ്യമാണ്. 10 മിനിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിസണിങ്ങിന് വേണ്ടിയിട്ടാണ് ആൻഡ് 10 മിനിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 10 മിനിറ്റ്സ് നമ്മൾ ഏതെങ്കിലും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഗെയിംസിന് വേണ്ടി യൂസ് ചെയ്യും ആൻഡ് ഒരു 3 to 4 മിനിറ്റ്സ് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ നമുക്ക് നമ്മുടെ പ്ലാൻ നോക്കിയാലോ. ഡേ 1 to 7, അതായത് നമ്മുടെ വീക്ക് 1 നമ്മൾ നമ്മുടെ ബേസിക് സ്പീക്കിംഗ് കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ വേർഡ്സ് എടുത്തിട്ട് അതിനെ സ്മോൾ സെൻറ്റൻസുകളാക്കിയിട്ട് മാറ്റും. അപ്പോൾ ഈ ഒരു വീക്കിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു ദിവസം ഒരു 10 പുതിയ വാക്കുകളെങ്കിലും നിങ്ങൾ പഠിക്കണം. ആൻഡ് സെക്കൻഡ് വൺ 5 സിമ്പിൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. തേർഡ് വൺ ഇംഗ്ലീഷിലുള്ള ഏതെങ്കിലും കുഞ്ഞു വീഡിയോസ് കാണാം. നിങ്ങൾക്ക് ഒരുപാട് ആനിമേറ്റഡ് ഷോർട്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല ക്വാളിറ്റിയുള്ള. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ബ്രെയിൻ റോഡ് വീഡിയോസ്. നല്ല ക്വാളിറ്റിയുള്ള ഇംഗ്ലീഷിലുള്ള കുഞ്ഞു വീഡിയോസ് വാച്ച് ചെയ്യാം. മൈ നെയിം ഈസ്, ഐ ലൈക്ക്, ഐ ഹാവ്, ദിസ് ഈസ് മൈ തുടങ്ങിയിട്ട് നമ്മൾ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഈ വീക്ക് പ്രയോജനപ്പെടുത്താം. യു ക്യാൻ ടോക്ക് അബൌട്ട് യുവർ ഫേവറേറ്റ് തിങ്സ് ലൈക്ക് ഫേവറേറ്റ് കാർട്ടൂൺ, ഫേവറേറ്റ് ഹീറോ, അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. ബേസിക്കലി ഈ ഒരു വീക്കിൽ നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു പേടി, ഫിയർ ഓഫ് സ്പീക്കിംഗ്, അതുപോലെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ വീക്ക് 2 നമ്മൾ ചെയ്യുന്നത് സെൻറ്റൻസ് ബിൽഡിങ് തന്നെയാണ്, പക്ഷേ നമ്മുടെ എവ്രി ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസത്തെ നിങ്ങൾക്കൊരു 5 to 6 സെൻറ്റൻസുകളായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾക്ക് റോൾ പ്ലേ ഒക്കെ ചെയ്തിട്ട് കോൺവെർസേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാം. നമ്മൾ വീക്ക് 1 10 ന്യൂ വേർഡ്സ് പഠിച്ചല്ലോ. ഇവിടെയും നമ്മൾ വേർഡ്സ് പഠിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് വേർബ്സ് ആണ്. അതായത് 10 ആക്ഷൻ വേർഡ്സ് നമുക്ക് വീക്ക് 2 ഡെയിലി വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു വീക്കോട് കൂടി നിങ്ങളുടെ സംസാരിക്കാനുള്ള ആ ഒരു ഫിയർ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് വൊക്കാബുലറിയും നിങ്ങളുടെ ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നൗ വി ആർ ഗോയിങ് ടു ബിൽഡ് ഫ്ലുവൻസി ആൻഡ് കോൺഫിഡൻസ് ഇൻ അവർ 3rd വീക്ക്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു 30 to 60 സെക്കൻഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാനാണ്. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ടേക്ക് എ ടോപ്പിക് ആൻഡ് യു ക്യാൻ ഡു എ സ്പീച്ച് ഓർ യു ക്യാൻ ഡിസ്ക്രൈബ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് മൂവീസോ ആനിമേഷൻസോ കാണാം. യു ക്യാൻ റിപ്പീറ്റ് ദ ഡയലോഗ്സ് ഇൻ ഇറ്റ്. ഇനി സ്പീക്കിങ്ങിൻ്റെ ആ ഒരു ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ട്രൈ മിറർ ടോക്കിംഗ്. അതായത് നമ്മൾ നമ്മുടെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് സമ്മൺ ഈസ് വാച്ചിങ് അസ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഓഡിയൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെ മാറും. പ്രസംഗിക്കാനൊക്കെ പഠിക്കുന്ന കുട്ടികളെ എഫക്റ്റീവായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മിറർ ടോക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കേൾക്കുക എന്നുള്ളത്. നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീക്കിൽ, നമ്മുടെ 3rd വീക്കിൽ നമ്മൾ നമ്മുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷനും നമ്മുടെ ഫ്ലുവൻസിയുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നേർച്ചർ ചെയ്യുന്നത്. ഇനി നമ്മുടെ 4th വീക്ക്, നമ്മുടെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഐ തിങ്ക്, ഐ ബിലീവ്, ഇൻ മൈ ഒപ്പീനിയൻ തുടങ്ങിയിട്ടുള്ള വേർഡ്സ് ഓഫ് എക്സ്പ്രഷൻസ്, അതായത് ഇത്തരത്തിലുള്ള എക്സ്പ്രസീവ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുക ഈ ഒരു വീക്ക് ആകുമ്പോൾ. അപ്പോൾ 4 ആഴ്ചത്തെ ഒരു പ്ലാൻ പറഞ്ഞു. എലോങ് വിത്ത് യുവർ എഫേർട്ട് കുറച്ച് ഗോൾഡൻ റൂൾസ് കൂടെ ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ,
ഡോണ്ട് ഫോക്കസ് ടു മച്ച് ഓൺ ഗ്രാമർ. സെക്കൻഡ് വൺ, സ്പീക്ക് ഡെയിലി. ചെറിയ സെൻറ്റൻസുകളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. ആൻഡ് തേർഡ് വൺ, ഡോണ്ട് ഫിയർ മിസ്റ്റേക്സ്. നമ്മുടെ മന്ത്ര എന്ന് പറയുന്നത് തന്നെ റിപ്പീറ്റ്, പ്രാക്ടീസ്, സ്പീക്ക് അലൗഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാൻ വെച്ച് നിങ്ങൾ എഫേർട്ട് ഇടുവാണെങ്കിൽ obviously you are not going to sound like a native English speaker. പക്ഷേ യു ക്യാൻ സ്പീക്ക് ബേസിക് ഇംഗ്ലീഷ് എഫേർട്ട്ലെസ്ലി. അതുപോലെ തന്നെ ചെറിയ ചെറിയ കോൺവെർസേഷൻസ് ഒക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഏറ്റവും പ്രധാനമായിട്ട് യുവർ ഹെസിറ്റേഷൻ ടു കം ഫോർവേഡ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി വിൽ ബി റെഡ്യൂസ്ഡ്. സോ ഈ ഒരു 30 day ചാലഞ്ചിന് എല്ലാവരും റെഡിയല്ലേ? ലെറ്റ് മീ നോ യുവർ പ്രോഗ്രസ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ.